നമസ്കാരം. നമ്മൾ നമ്മുടെ കാറിലേക്കുള്ള കുക്കിംഗ് സെറ്റപ്പ് റെഡിയാക്കാൻ പോവാണ്. എത്രത്തോളം മിനിമലായിട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ചെയ്യണം എന്നാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു TinPin സ്റ്റോറീസ്. നമ്മുടെ ഇന്നത്തെ അജണ്ട പറഞ്ഞില്ലേ, ഒരു ഗ്യാസ് സ്റ്റവ് ഒപ്പിക്കുക, ഒരു സിലിണ്ടർ, ചെറിയ സിലിണ്ടർ വാങ്ങണം, പിന്നെ ഗ്യാസ് വീഴാത്ത രീതിയിൽ, ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോൾ ഗ്യാസ് വീഴാത്ത രീതിയിൽ അതിനൊരു പ്ലൈവുഡ് കൊണ്ട് കവർ ചെയ്യണ പോലെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ വീട്ടിൽ കുറച്ച് പഴയ പ്ലൈവുഡ് ഇരിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതെ സ്വയം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എത്രത്തോളം ശരിയാവുന്ന അറിയില്ല കേട്ടോ. അപ്പൊ പിന്നെയും കുറച്ച് പ്ലൈവുഡും ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ട്, കട്ടിങ്, കുറച്ച് കമ്പി, അതെന്താന്ന് വഴിയെ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അടുത്ത് കുറെ പേര് നമുക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ഒരു ഈ അടുത്തിടയ്ക്ക് ഒരു അബ്ദുക്ക, അങ്ങനെ അദ്ദേഹത്തിന്റെ പേരെന്ന് തോന്നുന്നു, അബൂക്ക, അങ്ങനെ എന്തോ ആണ് ആളുടെ പേര്, കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ആള് ഒരു ഇന്നോവ ഫുള്ളായിട്ട് ഒരു വാൻ ലൈഫ് സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നു. ഭയങ്കര രസമായിട്ടാണ് ആള് ചെയ്തേക്കുന്നത്. അപ്പൊ അത് നമ്മൾ കുറെ പേര് നമുക്കത് വീഡിയോ വെച്ചു, അറ്റ്ലീസ്റ്റ് എനിക്ക് പേഴ്സണലായിട്ട് എന്റെ ഫ്രണ്ട്സ് ഒരു 10 പേരെങ്കിലും അത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യൂന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഇത് ചെയ്യാനുള്ള ഒരു സമയമില്ല, അത്രയും ചെയ്യാനുള്ള ഒരു ഫണ്ടില്ല. പിന്നെ ഉള്ളത്, നമുക്ക് ട്രിപ്പ് കഴിഞ്ഞ് വന്നാലും ഈ വണ്ടി ഇതേപോലെ തന്നെ നമുക്ക് തിരിച്ച് അമ്മയ്ക്ക് കൊടുക്കണം. ഇപ്പൊ എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ ട്രിപ്പ് കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോ പെർമനന്റ് ഫിക്സിങ് ഒന്നും തന്നെ നമ്മള് ചെയ്യാൻ ഇതുവരെ നമുക്ക് പ്ലാൻ ഇല്ല. ഈ ട്രിപ്പിലേക്ക് എന്തൊക്കെ മേടിക്കുന്നു എല്ലാം നമ്മൾ ഇനി തിരിച്ചു വന്നാലും നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പോലെയാണ് ആലോചിക്കുന്നത്. അതായത് ഇപ്പൊ ഈ ട്രിപ്പ് കഴിഞ്ഞോടുകൂടി അത് ഇനി ആവശ്യമില്ല, അത് വേണ്ടെന്നുള്ള ഒരു ഇതിലല്ല, എന്തൊക്കെ വാങ്ങിക്കുന്നത് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റണം. കഴിയുന്നതും എത്രത്തോളം വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ആദ്യം ഞങ്ങള് ഇതാട്ടോ പ്ലാൻ ചെയ്തിരുന്നത്, ലക്ഷ്മിയുടെ അച്ഛൻ്റെ അമ്മയുടെയും സെലേരിയോ കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. കാരണം ഫ്യൂവൽ എഫിഷ്യൻസി നോക്കുമ്പോൾ ക്രെറ്റയ്ക്കും സെലേരിയയ്ക്കും ഭയങ്കര വ്യത്യാസമാണ്. ഭയങ്കര വ്യത്യാസം, ഹ്യൂജ് ഡിഫറൻസ് ആണ്. നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ എക്സ്പെൻഡിച്ചർ വരാൻ പോകുന്ന പെട്രോളിനാണ്. പക്ഷെ ഞങ്ങൾ അതിൽ കിടന്നൊക്കെ നോക്കി, പക്ഷെ സൈസ്, അതിന്റെ ലെങ്ത് തീരെ ശരിയാവുന്നില്ല. ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് ഇന്ത്യൻ ഓയിലിന്റെ പമ്പിലേക്കാണ്. നമുക്ക് ആദ്യമായിട്ട് ഒരു ഗ്യാസ് കുറ്റി, ചെറിയ കുറ്റികൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇപ്പൊ പഴയ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ അല്ല, ചെറിയ എത്ര 5 കിലോ ആണെന്ന് തോന്നുന്നു എൻ്റെ, അത് 5 കിലോ ആണ് 8 കിലോ ആണ്, അത് നോക്കി ചെന്നിട്ട് നോക്കണം. സിലിണ്ടറിന്റെ കാര്യം ലക്ഷ്മിയുടെ ഒരു ഫ്രണ്ട് ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവളെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ ഈ വലിയ സിലിണ്ടർ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് അത് അറ്റ് എനി കോസ്റ്റ്, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ വലിയ സിലിണ്ടർ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല. നമ്മളെ എന്താ പറയാ, അപ്പുറത്തെ വീട്ടിലേക്കും കൂടി എടുത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയാ. പക്ഷെ നമ്മൾ കാണാറുണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. സിലിണ്ടർ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകാനേ പാടില്ല അത്ര. കാരണം അതും ചെരിച്ച് വെച്ച് സിലിണ്ടർ കൊണ്ടുപോകുമ്പോൾ ഈ സിലിണ്ടറിന്റെ ഉള്ളിൽ ഒരു റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു എന്തൊരു റബ്ബറിന്റെ ഒരു പാർട്ട് ഉണ്ട്. അപ്പൊ ഈ ഗ്യാസ് അതിൽ കൊള്ളുമ്പോൾ അത് ഫ്രീസ് ആവും, പെട്ടെന്ന് അത് പൊട്ടി സിലിണ്ടർ ലീക്ക് ആവാനും ചാൻസ് ഉണ്ട് എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ സിലിണ്ടർ കാറിൽ ഒരിക്കലും കിടത്തി കൊണ്ടുവരുന്നു പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ നോക്കുന്നത് ഈ ചെറിയ സിലിണ്ടർ ആണ്. അത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയേക്കുന്ന ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് തരണം. നമ്മള് പമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ തൃശ്ശൂര് കോവിലകം റീജൻസിയുടെ ഒക്കെ അടുത്തുള്ള ഒരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പാണ്. സ്ഥിരം പെട്രോൾ അടിക്കുന്ന പമ്പാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് കയറാം, വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് അവിടെ ചെന്ന് ചോദിക്കാം ഓഫീസിൽ എന്താണ് ഇതിന്റെ പരിപാടി. ഇതാണ് നമ്മൾ എടുക്കാൻ പോണ ഗ്യാസ്. ഇത് എത്ര 5 കിലോ. എത്ര ലിറ്റർ? അത് 8 ലിറ്റർ അല്ലേ? 5 കിലോ. ഇതാണ് നമ്മുടെ കുറ്റി. ചേച്ചി ഇത് ഏത് പമ്പിൽ ചെന്നാലും മാറ്റി തരുമോ? ഇന്ത്യൻ ഓയിലിന്റെ എവിടെ പോയാലും? ഓക്കെ. അതെ, അതിന് വല്ല ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ എവിടെയൊക്കെ കിട്ടുന്ന? വേറൊന്നുമില്ല, ഇവിടെ വാങ്ങാൻ കൊടുത്തു തന്നെ. ഇവിടെ വരണമെങ്കിൽ ഇവിടെ മാറ്റി തരും, അല്ലെങ്കിൽ കുറ്റി കൊണ്ടുപോയാൽ വേറെ തരും, മാറ്റി തരും അല്ലേ? ശരി ശരി. ഇത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. നമ്മളിപ്പോ ഇന്ത്യൻ ഓയിലിന്റെ പമ്പിന്ന് ഇന്ത്യൻ ഗ്യാസ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് നിങ്ങൾക്ക് ആധാർ കാർഡ് മാത്രം കൊണ്ടുവന്നിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്ത്
അതിന്റെ പൈസ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് എടുക്കാൻ പറ്റും. അങ്ങനെയല്ലേ പ്രൊസീജിയർ? അതെ. അപ്പൊ 1365 ഫസ്റ്റ് പ്രാവശ്യം എടുക്കുമ്പോ. അപ്പൊ 1000 ഇതിന്റെ കണക്ഷൻ ചാർജും 365 എന്തൊക്കെയോ അതിന്റെ ഈ ഗ്യാസിന്റെ ചാർജാണ്. അപ്പൊ ഇനി ഓരോ പ്രാവശ്യം ഞങ്ങൾ ഇത് റീഫിൽ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇന്ത്യൻ ഓയിലിന്റെ പമ്പിൽ പോവാം. അതായത് ഈ ഗ്യാസ് അവൈലബിൾ ആയിട്ടുള്ള പമ്പിൽ പോയിട്ട് 350, 360 ആ റേഞ്ചിന്റെ ഇടയിലായിരിക്കും ചേച്ചി പറഞ്ഞത്. അത് ഓരോ മാസം വ്യത്യസ്തമായിരിക്കുന്നു ഗ്യാസിന്റെ പ്രൈസ് അനുസരിച്ച്. വേറെ ഗ്യാസ് എടുക്കുകയാണ്. പക്ഷെ അവര് പറയണ പേര് റീഫിൽ ചെയ്യാന്നാണ്. ഈ നമ്മൾ സാധാരണ സിലിണ്ടർ കൊടുക്കുക, മറ്റേ പുതിയ സിലിണ്ടർ എടുക്കുക, 300 എത്ര രൂപ കൊടുക്കുക. എല്ലാത്തിലും കിട്ടില്ല. അപ്പൊ എല്ലായിടത്തും ഉണ്ടാവില്ല. ഉള്ളത് നമുക്ക് തപ്പി കണ്ടുപിടിക്കേണ്ടി വരും. അവര് കുറച്ചാൾ 5 കിലോ ഇല്ലേ, 5 കിലോ എന്ന് പറയുമ്പോൾ 8.5. നമ്മുടെ സാധാരണ ഗ്യാസ് 15 പോയിന്റ് എത്രയാണെന്ന് തോന്നുന്നു നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ ഏകദേശം പകുതിയോളം കിട്ടും. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിപ്പം കൂടുതലാണ്. ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ചെറുതായിട്ട് ഒരു ഇൻസുലേഷൻ കൊടുക്കണം. ഗ്യാസ് അനങ്ങും തോന്നില്ല, അതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പൊ ഗ്യാസ് ഉരുണ്ട് വീഴാനുള്ള ചാൻസുകൾ കുറവാണ്. പക്ഷെ നമുക്കതൊന്ന് ഇൻസുലേറ്റ് ചെയ്യണം. കാരണം കാറിനുള്ളിൽ ചൂട് കൂടാൻ പാടില്ലല്ലോ. അപ്പൊ അതിനെന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ്. ഇപ്പൊ ഇനി അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് നോക്കുകയാണ്. അപ്പൊ അത് അത്യാവശ്യം നല്ലൊരു ഗ്യാസ് സ്റ്റവ് മേടിക്കണമെന്നുണ്ട്. കാരണം ഗ്യാസ് സ്റ്റവിന്റെ മെയിൻ പ്രശ്നം നമുക്ക് എപ്പോഴും വരുന്ന ട്യൂബ് പോകുന്ന നോസിലില്ലേ, അത് എപ്പോഴും കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ ട്രിപ്പിന്റെ ഇടയിൽ ഇത് എപ്പോഴും അവിടെ തട്ട് ലൂസ് ആവുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞാലും വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഒരു സിലിണ്ടറും കൂടി നോക്കിയിട്ട് വേണം. അപ്പൊ നമ്മൾ ആമസോണിൽ നോക്കിയിട്ട് ഒരു പ്രസ്റ്റീജിന്റെ ഇത് നോക്കി വെച്ചിട്ടുണ്ട്. ആമസോണിൽ റേറ്റ് എത്ര, 1300, 1400, 1430 കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതാണ് റേറ്റ്. അപ്പം ഇവിടെ എത്രയാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അതിന്റെ സൈസൊക്കെ മെഷർമെന്റ് ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ സീറ്റിന്റെ അടിയിലേക്ക് അത് പോകും. ഇരിക്കുന്ന അതായത് ലക്ഷ്മിയുടെ അല്ലെങ്കിൽ എൻ്റെ സീറ്റിന്റെ അടിയിലേക്ക്. ഞങ്ങളിപ്പോൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് കയറി. ഇപ്പൊ ലെഫ്റ്റില് നമുക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല. ഈ കാണുന്നതാണ് നമ്മുടെ പൊളിച്ചു കളഞ്ഞ സ്വപ്ന തിയേറ്റർ. അപ്പോൾ അവിടെ ഫുൾ ഇപ്പോൾ കാർ പാർക്കിംഗ് ആക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. മൊത്തം നിരത്തിയിട്ടുണ്ട്. റോഡിന്റെ നടുവിൽ പശുക്കളൊക്കെ കിടന്നുറങ്ങുന്നു. പശു, കാള എല്ലാരും കിടന്നുറങ്ങുന്നു. ടൗണിൽ തിരക്ക് കുറവല്ലേ? പണ്ടത്തെ അത്രയൊന്നും ഇപ്പൊ തിരക്കില്ല തീരെ. വടക്കുന്നാഥനും പാറമേക്കാവും ഒക്കെ നമ്മുടെ ഇടത്തും വലത്തുമായിട്ട് പോകുന്നു. തേക്കുങ്ങാട് ഇങ്ങനെ സുന്ദരിയായിട്ട് പുല്ലൊക്കെ പിടിച്ച് നിൽക്കുന്നു. കുറെ ആൾക്കാർ അവിടെ ഇരുന്ന് വർത്താനം പറയുന്നു. ഞങ്ങളിപ്പോൾ പോകുന്നത് നമ്മുടെ KSRTC സ്റ്റാൻഡിന്റെ ഒക്കെ അടുത്തേക്ക് ആയിട്ടാണ്. ഈ വെസ്റ്റ് ഫോർട്ട് അടുത്താണ്. വെസ്റ്റ് ഫോർട്ടും KSRTCയുടെ ഇടയിൽ ഒരു റോഡുണ്ട്. റോഡിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു പ്രസ്റ്റീജിന്റെ ഷോറൂം ഉണ്ടെന്നാണ് കണ്ടത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ട് നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ സിംഗിൾ ബർണർ സ്റ്റൗ അവൈലബിൾ ആണോ, അതിന്റെ റേറ്റ് ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാണ്ട്. MG റോഡ് വഴി പിടിച്ചല്ലോ. ഞങ്ങളുടെ വടക്കുന്നാൻ കണ്ട ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഈ കുടമാറ്റമൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ആ ഒരു കവാടമാണിത്. രാഗം തിയേറ്റർ. ഞങ്ങൾ തൃശ്ശൂരാണെങ്കിൽ ഇതുവരെ ഇതൊന്നും കാണിച്ചിട്ടില്ല. നമ്മൾ MG റോഡിലേക്ക് തിരിഞ്ഞു. ഇവിടെയാണ് കേട്ടോ. ഇവിടെ ലെഫ്റ്റിലാണ് നമ്മുടെ ഫുഡ് ടൂറിൽ ചെയ്ത നറുനീണ്ടി സർവത്തിന്റെ കട. നറുനീണ്ടി രാംദാസ് തിയേറ്ററിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. തിയേറ്ററൊക്കെ അടഞ്ഞു കിടക്കാണ്. കഷ്ടം തോന്നുന്നു. നമ്മുടെ കളർ ഹൗസ് എത്താറായി കേട്ടോ. അപ്പൊ നമ്മള് കളർ ഹൗസ്, ഇതാണ് നമ്മുടെ കളർ ഹൗസ്. തൃശ്ശൂരിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫോട്ടോ സ്റ്റുഡിയോ ഒക്കെയാണ്. ഇപ്പൊ ഡിജിറ്റൽ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര പണ്ടുമായിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കളർ ഹൗസ്. ഈ റോഡിന്റെ പേര് പൂത്തോൾ റോഡ് എന്നാണ്. എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ ഓരോ ബോർഡിലൊക്കെ എഴുതി വെച്ചേക്കണ പൂത്തോൾ റോഡ് എന്നാണ് പറയുന്നത്. ഇവിടെ തന്നെയാണ്. ഈ കറക്റ്റ് ആയിട്ട് അറിയില്ല. ഈ ഭാഗത്ത് എവിടെയാണ് ഈ പ്രസ്റ്റീജ്. അതേ പ്രസ്റ്റീജ് സ്പേസ് ആൻഡ് സർവീസസോ പെട്ടാമോനെ പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മെഗാ ഓഫർ, എക്സ്ചേഞ്ച് ഓഫർ ഇല്ല, സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മള് നേരത്തെ പോയ പ്രസ്റ്റീജ് ഷോറൂമില് സിംഗിൾ ബർണർ ഇല്ല എന്നാണ് അവര് പറഞ്ഞത്. അവർക്ക് ഡബിള് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവര് പറഞ്ഞു ഷൊർണൂർ റോഡിലൊരു പ്രസ്റ്റീജിന്റെ കടയുണ്ട്,
അവിടെ ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളിപ്പോ ഇതാ ഷൊർണൂർ റോട്ടില് പ്രസ്റ്റീജിന്റെ കടയിലേക്ക് വന്നേക്കാണ്. ഏകദേശം എത്താറായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് പ്രസ്റ്റീജിന്റെ. ഈ സരോജ നഴ്സിംഗ് ഹോമിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ അത് വരണേ. പക്ഷെ പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് ഉണ്ട്, ഒരു വണ്ടിക്കൊക്കെ കഷ്ടിയിടാൻ പറ്റുന്ന പാർക്കിംഗേ ഉള്ളൂ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നീങ്ങി വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കാനാണ്, ഒത്തിരി ദൂരമേ ഉള്ളൂ. ഞാൻ ഇവിടെയാണ് ട്യൂഷന് വന്നിരുന്നത്. ഈ വീട് കണ്ടോ, ആ കാണുന്ന വീട്, അവിടെ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി ടീച്ചർ പാർമേക്കാവ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ അവിടുത്തെ സ്കൂളാണ് കോളേജാണ്. അവിടെയാണ് അക്കൗണ്ടൻസി ട്യൂഷനൊക്കെ വന്നിരുന്നത്. ഭയങ്കര നൊസ്റ്റാൾജി വരുന്ന സ്ഥലമാണ് ഈ ഒരു ലൈൻ. ഇത് നേരെ പോയി കഴിഞ്ഞാൽ വടക്കേ സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റും. പ്രസ്റ്റീജിലേക്ക് കയറാം. ഇതിന് നോബ് ഉണ്ടാവും അല്ലേ? പോരാ, ഉറപ്പിക്കല്ലേ? ഇതെടുത്തോളൂ. ഗ്യാസ് സ്റ്റൗവും ഗ്യാസും കൂടി കണക്ട് ചെയ്യുന്ന LPG ഹോസും കൂടി വാങ്ങി. അതിന് MRP 295 രൂപയാണ്. അതിനും ഓഫർ ഉണ്ടായിരുന്നു. എത്രയാ 240 ഇട്ടാണ് ബില്ല് ചെയ്തത് അവര്. മൊത്തത്തിൽ എന്തോ മെഗാ സെയിലോ അങ്ങനെ എന്തോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ കസ്റ്റമർ സർവീസ് നല്ലായിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് അത്ര എയിമല്ലായിരുന്നു. അത് ഒരു പ്രത്യേകത. നമ്മൾ ഏത് കടയിൽ കയറി ചെന്നാലും നമ്മുടെ ഒരു മര്യാദയ്ക്ക് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോകാൻ തോന്നും. അപ്പോൾ സ്റ്റൗവും പൈപ്പും ഗ്യാസും കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പോകാനുള്ളത് ഒരു പ്ലൈവുഡ് കട്ട് ചെയ്യാനുള്ളൊരു കട്ടർ വെച്ച് മേടിക്കാനല്ല, റെന്റ് ചെയ്യാൻ. അതും കൂടി ഒന്ന് പോയി നോക്കണം. വീടിൻ്റെ അടുത്തല്ല, മറ്റേ കമ്പനി പടിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈയൂര് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അവിടെ പോയിട്ട് ഒരു കട്ടർ എടുക്കണം. ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും ഒരു പരീക്ഷണമാണ്. ബാക്ക് സീറ്റിൻ്റെയും ഫ്രണ്ട് സീറ്റിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ കറക്റ്റായിട്ട് ജാമായിട്ട് പാക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഒരു പ്ലൈവുഡ് ബോക്സിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. കാരണം ഞങ്ങളൊരു വാട്ടർ ക്യാനും കൂടി സൈഡിൽ വെക്കും. അപ്പോൾ അതെ, അപ്പോൾ രണ്ട് സൈഡ് സീറ്റ്, ഒരു സൈഡ് ഡോർ, ഒരു സൈഡ് വാട്ടർ ക്യാനൊക്കെ ആയിട്ട് കറക്റ്റായിട്ട് പാക്കായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ വീഴാനൊരു ചാൻസ് കുറവാണ്. ഇനിയിപ്പോൾ നോക്കേണ്ടത് ജസ്റ്റ് ഒന്ന് ഇൻസുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനെന്തെങ്കിലും ചെറിയൊരു സെറ്റപ്പ് നോക്കണം, ജസ്റ്റ് ഒന്ന്. അതെ, ഒരു തട്ടിക്കൂട്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കണം അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വുഡ് കട്ടറും പിന്നെ പ്ലൈവുഡൊക്കെ കട്ട് ചെയ്തതെന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ബെഡിങ്ങും കൂടി ശരിയാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് ആലോചിച്ചപ്പോൾ വന്നൊരു ഐഡിയ ആണ്. അതിൻ്റെ ഒരു ഇതാണ് സ്റ്റീൽ റോഡാണ്. ഇങ്ങനത്തെ 2 കൂടി ഉണ്ട്. അപ്പോൾ അതും നമ്മൾ കട്ട് ചെയ്ത് വെച്ച പ്ലൈവുഡും കൂടി എങ്ങനെയാണ് നമ്മൾ ഒരു ബെഡിങ് തയ്യാറാക്കണമെന്നത് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഈ സീരീസ് എല്ലാവരും ടൈറ്റായിട്ട് ഫോളോ ചെയ്യണം കേട്ടോ. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇത് അയച്ചു കൊടുക്കണം. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, ഫോളോ ചെയ്യാൻ പറയണം. കാരണം ഇപ്പോൾ ഇത് ഒരു ജസ്റ്റ് ബിഗിനിങ് ആണ്, ഇൻട്രൊഡക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രാവൽ ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ വീഡിയോസൊക്കെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ഇത് കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, മറക്കാതെ പോയി ഫോളോ ചെയ്യണം. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പതുക്കെ ആക്റ്റീവായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യാനും നമ്മുടെ ദിവസത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ അതിൽ. അപ്പോൾ ബൈ.